ഹലോ, മുഖത്തുള്ള കറുത്ത പാടും കരിവാളിപ്പും ഒക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവാനും തിളക്കം വരാനും നിറം വെക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണിത്. ആദ്യം വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കടലമാവാണ്. കടലമാവ്, കടലപ്പൊടി എന്നെല്ലാം പറയും, എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇല്ലയെന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ മഞ്ഞളിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്താളിയാൽ. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കോഫി പൗഡറാണ്. കോഫി പൗഡർ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങേൻ്റെ നീരാണ്. പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഫേസിലിട്ടാൽ പ്രോബ്ലം അല്ലേന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിലിട്ടാൽ നമ്മൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പാക്കുകളിലെല്ലാം 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഇടുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം നീര് മാത്രം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുളിപ്പില്ലാത്ത തൈര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല കട്ട തൈര് കിട്ടുകയാണെങ്കിൽ അതാണ് 1 ടേബിൾ സ്പൂണോളം നല്ലത്. പിന്നെ തൈരിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യുക. പക്ഷേ തൈരാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ആണ്. ഇതിൻ്റെ 1 ടേബിൾ സ്പൂണോളം അതിൻ്റെ ആ ഒരു പൾപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും എല്ലാം സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ വീക്ക്ലി ഒരു 2 ടൈംസ് എങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളിത് ഡെയിലി നമുക്ക് ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലും അതുപോലെ നമ്മുടെ കൈയും കാലെല്ലാം കളറ് വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഇതൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾ വെറുതെ ഒരു പാക്ക് വാരി തേച്ച് കഴുകിക്കളഞ്ഞ് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ആർക്കും റിസൾട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എത്ര മണിക്കൂറുകൾ വേണം, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് മിനിമം എങ്കിലും നമ്മുടെ ഫേസിലേക്ക് വെക്കുക. എല്ലാം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനിത് സാധാരണ വെള്ളത്തിലേക്ക് കഴുകിക്കളിയാന്ന്. ആ കഴുകുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് മുഖം നല്ല ഒരു തിളക്കം വന്നതുപോലെ തോന്നും. പക്ഷേ ആ ഒരു ഇത് തിളക്കം 24 hours മാത്രമേ നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ചിലർക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്ത സാധനങ്ങൾ എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ. എപ്പോഴും നിങ്ങൾ കൈകളിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത്തരം ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഫസ്റ്റ് യൂസിൽ തന്നെ എത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ വെയിലേറ്റിട്ട് വന്ന ആ ഒരു സൺ ടാൻ ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത്തരം വീഡിയോസ് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ്. അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.